ഇതില് കേറിയിരുന്നാണല്ലോ ലേലനില്. രസാ. ഇതൊരു CRD എഞ്ചിനാണ്ടാ. ഒരു ഫുൾ വൈബാണ്ടാ നാഷണൽ ഗവൺമെന്റ് ലോറിക്കാര്. ഹായ് ഫ്രണ്ട്സ്, അതെ നമ്മളിന്ന് ചെയ്യാൻ പോണത് റിവ്യൂ ആണ്. അശോക് ലേലന്റെ 12 വീല് വണ്ടിയില് 3118 എന്ന് പറഞ്ഞ വണ്ടിയുടെ റിവ്യൂ ആണ്. അപ്പോ ഇപ്പൊ ഒട്ടിയൊന്നും നോക്കണാട്ടാ, വണ്ടി BS4 വണ്ടിയാണ്. അവര് ഇപ്പോ മഹാരാഷ്ട്ര അങ്ങോട്ട് വന്നതാ. നമുക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു, ബ്രേക്ക് ബൂസ്റ്ററിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ കുറെ പേര് എന്നോട് പറയണ വണ്ടിയുടെ ചേട്ടാ കുറച്ച് പറഞ്ഞ വണ്ടികളെ റിവ്യൂ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോ നമ്മളിന്ന് ഞായറാഴ്ച വർക്കില്ല, അപ്പൊ വണ്ടി ഇവിടെ ഇട്ടിട്ട് അവര് പോയത്. അപ്പൊ നമ്മള് അതിന്റെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പൊ എല്ലാരും ചിന്തിക്കുന്ന എന്തുകൊണ്ട് ചേട്ടൻ BS4 വണ്ടിയാണെന്ന്. അതെന്താന്ന് വെച്ചാല് BS6 വണ്ടികൾക്ക് ഇപ്പോ നിലവിൽ ഒരു 5-6 ലക്ഷം രൂപ കൂടുതലാണ്. പിന്നെ ഈ കൊറോണയുടെ സാഹചര്യത്തില് അല്ലെങ്കിൽ തന്നെ ഓട്ടല്ല, പിന്നെ പുതിയ വണ്ടി എടുത്ത് ഓട്ടം പിടിച്ച് അതിന്റെ ലോണും കാര്യങ്ങളൊക്കെ അടച്ച് ഭയങ്കര ചെലവാണ്. അപ്പൊ ഇപ്പൊ ആൾക്കാർ നോക്കുന്നത് BS4 വണ്ടികൾ സെക്കൻഡ്സ് എടുക്കാനാണ് ആൾക്കാർ നോക്കണത്. അപ്പോ ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷനും ഇതിന്റെ മൈലേജും കാര്യങ്ങളും പിന്നെ ലോഡും പുറത്താണ് വേണ്ടി നിങ്ങൾക്ക് കണ്ടറിയാം. അവരെ ലോഡ് കയറ്റി വന്നത് നമ്മുടെ കോട്ടയത്ത് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇടയിൽ ചെറിയൊരു പണി കിട്ടിയിട്ട് നമുക്ക് ബ്രേക്ക് ബൂസ്റ്റർ ആക്കി ഉണ്ടാവുന്നു. അപ്പൊ ഇത് സെറ്റ് ചെയ്ത് കാര്യം അതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല ചേട്ടാ, നല്ല തിരക്കായിരുന്നല്ല. അപ്പോ അവ കാര്യങ്ങളാണ്. അപ്പൊ ലോഡ് റിവ്യൂ നമ്മൾ ചെയ്യേണ്ടത്, ലോഡും പുറത്ത് വണ്ടിയുടെ കയറ്റത്ത് അങ്ങനെ പെർഫോമൻസ് ആ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വില കൂടുതലും പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കൂടുതലാണ്. അപ്പോ ഈ BS4 വണ്ടികളിലേക്ക് ആൾക്കാർ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ്സ് വണ്ടികൾ എടുക്കാൻ തിരിയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഓൾറെഡി പുത്തൻ ചേസ് റിവ്യൂ ഞാൻ പറഞ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു, BS6 ടിപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരൊന്ന് കാണാം. അപ്പോൾ BS6ന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഞാൻ അധികം വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ മെക്കാനിക്കൽ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. മൈലേജ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോ കിടക്കില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഇതിന് നമുക്ക് മുന്നോട്ട് പോവാം. വെച്ചാലേ അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം, ഏതാ ബോഡിന്ന് ഇപ്പോ വണ്ടി ലോറി ഭ്രാന്തന്മാർക്ക് എന്തായാലും അറിയാം ഇത് ഏതാ ടൈപ്പ് ബോഡിയാണ്. PCM ബോഡിയാണ്ടത്, പാലക്കാട് ബോഡി, PCM ബോഡി. അപ്പൊ ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ആ ബോഡിയുടെ ലുക്ക് നമുക്ക് മനസ്സിലാവും, കണ്ടില്ലേ. പക്ഷെ ഇത് കുറച്ച് പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ലെയ്ലന്റെ ചേസ് എടുത്തിട്ട് ബോഡി കിട്ടി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ജാതി ലുക്ക കാണാൻ. ഇത് നോക്കിക്കേ, ഈ വണ്ടി നമ്മള് തന്നെ എന്തോരം ഫോറിൻ ട്രക്ക് മോഡൽ വന്നാലും ഈ ഒരു പാണ്ടി ലോറി എന്നൊക്കെ പറയാം ഇവിടെ. ഈ നാഷണൽ ഗവൺമെന്റ് ലുക്ക് വേറെ ഒരു സാധനത്തിന് കിട്ടില്ല കേട്ടാ, അത്രയും മാസ് ലുക്കാണ് വണ്ടി. നമുക്ക് ആദ്യം ഫ്രണ്ട്ലി ഗ്രില്ല് ഇതാണ്ടോ തുറക്കാൻ പറ്റുന്ന ഗ്രില്ല, ഞാൻ കാണിച്ചു തരാം. ആദ്യം അശോക് ലേലന്റെ ഒരു ബാഡ്ജിങ് അടിപൊളിയായിട്ട് സെന്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇവര് റിഫ്ലക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അവര് രാത്രി ആണ് ഇവരുടെ മെയിൻ ഓട്ടം. പിന്നെ ഇങ്ങനെ സൈഡിൽ നോക്കാൻ BS4 ഒരു സിമ്പലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് 3118 ഇതിന് മോഡലാണ്ടാ ABS ഉള്ള വണ്ടിയാണ്. അപ്പൊ ഈ 3118 എന്ന് പറയുന്നത് ഇത് വണ്ടിയുടെ മൊത്തം ബോഡി അടക്കം വണ്ടിയില് കൊണ്ടാവുന്ന ടണ്ണേജ് ആണ്. 31 ടണ്ണ് 18 എന്ന് പറയുന്നത് അതിൽ 180 HP ആണ് വണ്ടി. അതാണ് ഈ 3118 എന്നുള്ള ഒരു ഏത് വണ്ടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ടാറ്റയുടെ അതിൽ 3118 ഉണ്ടാവും, ലെയ്ലന്റെ അതിൽ 3118 ഉണ്ടാവും. ഇത് സിമ്പിളായിട്ട് ഇത്ര ഉള്ളൂ. 31 ടണ്ണ് വണ്ടി അടക്കം, ലോഡിന്റെ ടണ്ണല്ല കേട്ടോ, വണ്ടി അടക്കം മൊത്തം 31 ടണ്ണാണ് ഇതിൽ ക്യാരിങ് കപ്പാസിറ്റി. പിന്നെ 180 HP, അതായത് 18. ഇതിന്റെ ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് തുറക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ഗ്രില്ല് ഉണ്ടല്ലേ, ഈ 2 ഗ്രില്ലും നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ലൂസ് ചെയ്യാം 2 ഭാഗത്തും. അതേപോലെ തന്നെ ഈ ഭാഗത്തും ഒരെണ്ണുണ്ടാവും. ഇത് നമുക്ക് കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കാം. അത് ഹാങ്ങിങ് ടൈപ്പ് ഒന്നല്ല, ജസ്റ്റ് ഹുക്കിൽ ഇതിങ്ങനെ ഹുക്കിൽ ഞാൻ കാണിച്ചു തരാം. ഹുക്കിൽ ഇരിക്കുന്ന ടൈപ്പാണത്. അതുകൊണ്ട് ഈ സൈഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് റേഡിയേറ്ററിന്റെ വർക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോഡിയാണ് PCMന്റെ. ഇത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റുന്നത് ആദ്യം തന്നെ നമുക്ക് കാണാം പവർ സ്റ്റിയറിങ്ങിന്റെ ടാങ്ക് കാണാം. അതിലാണ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യണത്. പിന്നെ ഇത് ഇന്റർകൂളർ, അതിന്റെ പിന്നില് റേഡിയേറ്റർ, പിന്നെ ഇത് കൂളന്റ് ഒഴിക്കണത് മുകളിൽ നിന്നാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്നല്ല, ടിപ്പറുകളിലൊക്കെ ഫ്രണ്ടിൽ നിന്ന് വരാം. പിന്നെ ഈ സൈഡില് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്രേക്കിന്റെ വാൽവുകളും കാര്യങ്ങളൊക്കെയാണ്, ക്ലച്ച് സിലിണ്ടർ കാര്യങ്ങളൊക്കെ.
ഇതൊക്കെയുള്ള ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ. പിന്നെ അവര് 2 ഹോൺ റൂട്ട്സിൻ്റെ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ മെയിനായിട്ട് ഈ ബോണ്ട് തുറന്ന് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരാൻ വെച്ചാലേ ഇത് 12 വീലുള്ള വണ്ടിയാണ്ടത്. ഇത് 1020 ടയറാണ് കിടക്കുന്നത് എല്ലാത്തിലും. 20 ഡിസ്ക്കാണ്. 1020 എന്ന് പറയുന്നത് കേട്ടോ, ശരിക്കും 1020 എന്നാണ് ശരിക്കും അതിൻ്റെ അങ്ങനെ പറയുക. അപ്പോൾ ഇതിൽ 12 വീലാണ് വണ്ടി, എല്ലാവരും കാണാലോ. അപ്പോഴേ ഈ 12 വീല് നമ്മളെ 4 വീലും സ്റ്റീറബിൾ ആയിട്ടുള്ള വീലാണ്. ഇത് 2 ഓപ്ഷനിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ലിഫ്റ്റ് ആക്സിലായിട്ട് വരുന്നുണ്ട്. ഈ വീലില്ലേ അത് സ്റ്റീറയില്ല, പക്ഷെ ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് എയറിൽ വർക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ താഴ്ത്താം, ആവശ്യമില്ലാത്തപ്പോൾ പൊന്തിക്കാന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടികളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ലീവ് സ്പ്രിങ് വരുന്നത് സെമി എലിപ്റ്റിക് ടൈപ്പാട്ടാ. ഫ്രണ്ടിലൊക്കെ ഇതുണ്ട്. പിന്നെ കുറച്ചും കൂടിയും ഈ സൈഡിലേക്ക് വരുമ്പോഴേ ആ ആക്സിലിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ബാറ്ററി ബോക്സും കാര്യങ്ങളൊക്കെ. ഇവിടെ തന്നെ കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്, കണ്ടില്ലേ? എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഇലക്ട്രിക് ഫെയറിൽ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യാനുള്ള സ്വിച്ചാണിത്. പിന്നെ തൊട്ടിപ്പുറത്ത് റോപ്പിൽ ഓപ്പറേറ്റ് ചെയ്യണ സ്റ്റെപ്പിനിയുടെ സെറ്റപ്പ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് വീൽസ്. ഇതിൽ 2 വീലാട്ടാ ഡ്രൈവിംഗ് വീല് വരുന്നത്. ഇതിൽ മാത്രമേ ഡ്രൈവിംഗ് ഉള്ളൂ, ഈ വീലിൽ മാത്രം. ബാക്കിയൊക്കെ ഡമ്മി വീൽസ് ആണ്. പിന്നെ ഇതിപ്പോ റൈറ്റ് സൈഡാണോ വണ്ടിയുടെ, ഡ്രൈവറിന്റെ സൈഡാണ്. ആ സൈഡിലാണ് ഡീസൽ ടാങ്ക് വരുന്നത്. ഒരു 400 ലിറ്ററിന്റെ ഡീസൽ ടാങ്കാണ് വരുന്നത്. ഈ വണ്ടിക്ക് ലെയിലൻ്റെ BS4-ന് ആഡ് ബ്ലൂം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർ ഈജി ടെക്നോളജിയാണ് യൂസ് ചെയ്യണത്, മറ്റേ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. 400 ലിറ്ററാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട്സ് ഇതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മെറിറ്ററിന്റെ ഡിഫറൻഷ്യലാണ്. സ്പൈസറും മെറിറ്ററും ഒക്കെ വരുന്നുണ്ട്. ഇതിൽ മെറിറ്ററിന്റെ ഡിഫറൻഷ്യലാണ് വരുന്നത്. ഹൈപ്പോഡ് ടൈപ്പ് അതുണ്ടല്ലേ. ഇതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇടാൻ വണ്ടിയുടെ. ഇതൊരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് 2 പീസ് നമ്മളെ സാധാ ടോറസിന് വരുന്നത്. ഈ 12 വീല് വരുമ്പോൾ 3 പീസ് വരാം. 2 സെൻട്രൽ ജോയിന്റ് ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ബ്രേക്ക് ബൂസ്റ്റർ. നമ്മൾ ഇതിന്റെ പിന്നിലത്തെയാണ് ശരിയാക്കിയത്. ബ്രേക്ക് ബൂസ്റ്റർ കംപ്ലൈന്റ് ആയിട്ട് ലീക്ക് ആയിരുന്നു, അത് ശരിയാക്കി. ഫ്രണ്ട്സ്, അതെ നമുക്കിനി ഉള്ളിൽ കയറിയിട്ട് എഞ്ചിന്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതിൽ കയറിയിരുന്നാണല്ലോ ലേലയില് യാതൊരു രസം. ആ വട്ടത്തിലുള്ള അത്ര സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇതിന്റെ എഞ്ചിന്റെ പരിപാടിക്ക് നോക്കാം. പക്ഷെ ഇതിന്റെ ബോണറ്റ് തുറക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് എന്നാലും നമുക്ക് തുറക്കാം. കുറെ സാധനങ്ങൾ നാഷണൽ ഗവൺമെന്റ് അവര് കസ്റ്റമൈസ് ചെയ്തിട്ട് കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അവരുടെ കുക്കറൊക്കെ കണ്ടില്ലേ അവര് ഫുൾ വൈബാണ്ടാ നാഷണൽ ഗവൺമെന്റ് ലോറിക്കാര്. നല്ല വൈബായിട്ട് അവര് പോവാ. കുക്കറ് പാചകം ചെയ്യാൻ കുക്കറും സാധനങ്ങള്. ഇതിൽ ഉള്ളില്ലാത്ത സാധനങ്ങളില്ലാട്ടാ, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. മറ്റേ ചട്ടിയും കാര്യങ്ങളൊക്കെ. ബോണ്ടെന്ന് തുറക്കാം. നിങ്ങളെ പല സാധനങ്ങളിൽ കാണണ്ട ഉള്ളില്, അതൊന്നും ആരും കാണണ്ട. ഫ്രണ്ട്സ്, അതെ ഇതിൽ അശോക് ലേലന്റെ H സീരീസ് ഹിനോ എഞ്ചിനാണ്. ഹിനോ എഞ്ചിൻ ശരിക്കും ഇപ്പൊ പറയാൻ പാടില്ല, കാരണം അവര് വാങ്ങിച്ചു, ഹിനോ കമ്പനിയുടെ വാങ്ങിച്ചിട്ട് അവര് R&D ഡെവലപ്മെന്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ എഞ്ചിനാണ്. ഏറ്റവും അധികം ഇറങ്ങിയ എഞ്ചിൻ ഹിനോ സൂപ്പർ. നമ്മൾ അതിന്റെ ഒരു റിവ്യൂ ചെയ്യാട്ടാ. ഹിനോ സൂപ്പർ എഞ്ചിന്റെ അടിപൊളി എഞ്ചിനാ, ആദ്യ സൗണ്ട് നല്ല രസമാണ്. ഇതിപ്പോ BS4 എഞ്ചിൻ, CRDA എഞ്ചിൻ. CRDA അറിയാലോ, കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ. CRDA എഞ്ചിനാണ് വിത്ത് IEGR ടെക്നോളജി അശോക് ലേലന്റെ. അതായത് നമുക്കറിയാം ബാക്കിയുള്ള സെഗ്മെന്റിലെ വണ്ടികളിൽ ടാറ്റ ആയാലും ഏത് വണ്ടികളായാലും അവർക്ക് ആഡ് ബ്ലൂ അല്ലെങ്കിൽ SCR ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ബ്ലൂ BS4 യൂസ് ചെയ്താൽ തന്നെ അവർക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ അശോക് ലേലൻ, അവിടെയാണ് അശോക് ലേലന്റെ വിജയം. കാരണം അവര് SCR ടെക്നോളജി യൂസ് ചെയ്യുന്നില്ലേ, അവര് ഈ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്, BS6 യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവര് നോക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് IEGR ടെക്നോളജി മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഇൻസിലിണ്ടറിലാണ്
എഞ്ചിന്റെ ഉള്ളിൽ തന്നെ നോക്സ് ഒരു കളയാണ്, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് അല്ല. അതാണ് ആ ഷെവ്ലേറിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം ഡീസൽ സാധാരണ നമ്മൾ BS3 BS2 ഇതൊക്കെ ഓടിക്കുന്ന പോലെ ഡീസൽ മാത്രം അടിച്ചാൽ മതി, ആഡ് ബ്ലൂവിന്റെ ഒരു കൺസപ്ഷനെ വരുന്നില്ല. അപ്പോൾ അതിന്റെ കാശ് ലാഭമാണ്. അപ്പോൾ ഞാൻ പറയാമെന്ന് കാരണം ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും മൈലേജ് ചിലപ്പോൾ ചില എഞ്ചിന് കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആഡ് ബ്ലൂ ഒരു 100 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ ഒരു 5-6 ലിറ്റർ ആഡ് ബ്ലൂ അതിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടിയിട്ടാണ് നമ്മൾ അതിന്റെ മൈലേജ് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അശോക് ലൈലാൻഡ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതാണ്. നല്ല മൈലേജും ഉണ്ട്, അത്യാവശ്യം പവറുള്ള ഒരു എഞ്ചിനാണ് അശോക് ലൈലാൻഡ് H സീരീസ് എഞ്ചിൻ. പിന്നെ ഇതിന്റെ പാർട്സ് എല്ലാം കോമൺ ആണ്. അതൊരു BS3 വരെ കോമൺ ആണ്. പിന്നെ BS4 നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അശോക് ലൈലാൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് CRD സിസ്റ്റം, ഈ വക സിസ്റ്റങ്ങളൊക്കെ. പിന്നെ ഈ എഞ്ചിന്റെ വരുന്ന മാക്സിമം പവർ എന്ന് പറഞ്ഞാലേ 180 HP at 2400 RPM ഈ എഞ്ചിന്റെ മാക്സിമം പവർ കിട്ടുന്നത് നമുക്ക് 180 HP ആണ്. പിന്നെ അതുപോലെ തന്നെ ടോർക്ക് കിട്ടുന്നത് 660 Nm ടോർക്കാണ്. അതായത് ഒരു 1500 തൊട്ട് 1700 RPM വരെ നമുക്ക് കിട്ടാവുന്ന ഒരു ടോർക്കാണ് ഇതിന് തന്നിരിക്കുന്നത്. പിന്നെ ഈ 1500-1700 RPM ടോർക്ക് തരുമെന്ന് പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് കുറവ് RPM തന്നെ നല്ല ടോർക്ക് ലഭിക്കും. അതാണ് നമ്മൾ ഈ ലോഡ് കയറ്റി പോകുന്ന വണ്ടികൾക്ക് ഒരു പ്രത്യേകത വേണ്ടത്. അതായത് കുറഞ്ഞ RPM നമുക്ക് നല്ല ടോർക്ക് കിട്ടണം, മാക്സിമം ടോർക്ക് കിട്ടണം. അതാണ് ഈ ഹെവി വെഹിക്കിൾസിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ എഞ്ചിന്റെയും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നമുക്ക് മാക്സിമം ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വണ്ടിയുടെ എഞ്ചിനൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ കുറച്ച് പാർട്സുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എഞ്ചിന്റെ ഭാഗത്ത്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇന്റർകൂളറിലേക്ക് പോണ പൈപ്പുകൾ. ഇതാണ് ടർബോ, ഇത് എക്സോസ്റ്റിന്ന് വരുന്ന ഭാഗം, ഇത് കംപ്രസർ ഇൻലെറ്റിക്ക് പോണത്, ഈ ഇന്റർകൂളറിന്റെ ഇൻലെറ്റിക്ക് പോണത് പൈപ്പാണിത്. അതേപോലെ തന്നെ ഇങ്ങേ സൈഡിൽ ഈ പൈപ്പാണ് എഞ്ചിന്റെ ഇൻലെറ്റിക്ക് പോണത്, അതായത് ഇന്റർകൂളറിന്റെ ഔട്ടിന്ന് പോണത് പൈപ്പുകൾ. പിന്നെ ഈ 6 ഇഞ്ചക്ടേഴ്സ് ആണ്, നോസിൽസില് ഡീസൽ സ്പ്രേ ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് അടിക്കാൻ കാണിച്ചാടാ. ഇതാണ് CRD കോമൺ റെയിൽ എന്ന് പറയുന്ന സംഭവം. ഈ ഭാഗം ഇതാണ് കോമൺ റെയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ PRV സെൻസർ കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് ഈ ഭാഗം കണ്ട, ഈ ഭാഗത്താണ് ഇതിന്റെ റേഡിയേറ്റർ ഭാഗങ്ങൾ വരുന്നത്. റേഡിയേറ്ററിന്റെ ഓസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത്, റേഡിയേറ്റർ ഫാൻ ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് തെർമോസ്റ്റാറ്റ് ഹൗസിങ്. ഇതിന്റെ ഉള്ളിലാണ് തെർമോസ്റ്റാറ്റ് ഇരിക്കാട്ടാ, അതായത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു വിസ്കസ് ഫാനാണ് ഇതിന് വരുന്നത്, റേഡിയേറ്ററിന് കൂളിങ്. അതായത് ഒരു 90 തൊട്ട് 100 ഡിഗ്രിയുടെ ഇടയിൽ ചൂട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചൂട് അബ്സോർബ് ചെയ്തിട്ട് ഫാൻ ക്ലച്ച് കയറി പിടിക്കുകയാണ് ചെയ്യുക. ആ ഒരു ടൈപ്പാണ്, ഇലക്ട്രോണിക് അല്ല വരുന്നത്. അതൊക്കെയാണ് ഈ എഞ്ചിന്റെ ഈ ഭാഗത്തെ മെയിൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഗിയർ ലിവർ കേട്ടാ, ഫുള്ള് ലിങ്ക് റാഡാണ്, കേബിൾ ടൈപ്പ് ഒന്നല്ല. ഒരു കാരണവശാലും കേബിൾ പൊട്ടി ആ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റ് പക്ക സ്മൂത്ത് ആണ്. ആണല്ലേ, വേറെ ഗിയറൊക്കെ അത്രയും സ്മൂത്താണ്. അതൊക്കെയാണെങ്കിൽ നമുക്ക് ബോണ്ട് അടച്ചിട്ട് അതിന്റെ മീറ്ററിന്റെ ക്ലസ്റ്ററിന്റെയും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ ഓടും വേണ്ടി ഫ്രണ്ട്സ്. പിന്നെ ഇതാണ് ഇതിന്റെ ഡ്രൈവർ ഇരിക്കുന്ന പൊസിഷൻ കണ്ടില്ലേ. അമ്മ സ്റ്റിയറിങ്ങിന്റെ ആ വലിപ്പം കണ്ട ലൈലന്റെ. ഇതാണ് ഇതിന്റെ സ്റ്റിയറിങ്, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഈ സൈഡിലാണ് നമ്മളെ വൈപ്പർ ആ വക കാര്യങ്ങളൊക്കെ, വൈപ്പർ ഓണാക്കുക ഓഫാക്കുക, വിൻഷീൽഡ് വാഷും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കോമ്പിനേഷൻ സ്വിച്ചിലാണ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് റൈറ്റ്, പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ മീറ്റർ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കപ്പെടാ ഈ 2 മീറ്റേഴ്സ് ആണ് കേട്ടോ. അതായത് ഇതാണ് സ്പീഡോമീറ്റർ, ഇത് RPM മീറ്റർ. പിന്നെ ഈ 2 മീറ്റേഴ്സാണ് എയർ മീറ്ററുകൾ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ടെമ്പറേച്ചർ മീറ്റർ, പിന്നെ ഇത് നമ്മുടെ ടെമ്പറേച്ചർ മീറ്റർ, പിന്നെ ഇതാണ് ഫ്യൂവൽ മീറ്റർ. ആ കാര്യങ്ങളാണ്. ഇതേ ഹസാറിന്റെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ കുറച്ചും കൂടി അടിക്ക് വരുമ്പോ ഇതാണ്ടാ OBD അതുണ്ടല്ലേ, ഇതിലാണ് നമ്മുടെ സ്കാൻ ടൂൾ കണക്ട് ചെയ്യണത് OBD-യുടെ. പിന്നെ ഇത് ABS-ന്റെ സ്വിച്ച്, EDC-യുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഫാൻ്റെ ആണ്ടാ ബ്ലോവർ. ഫ്രണ്ട്സ് ഇതാണ്ടാ ഇതിന്റെ കൂളാൻ്റെ ഒഴിക്കണത്. ഇതിനുള്ളിൽ കൂടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുക, ആ കാര്യങ്ങളൊക്കെ.
ഇതൊക്കെയാണ് ഉള്ളിലത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇങ്ങനെ ഇരിക്കും വ്യൂ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോ. അമ്മ അതിന് നമുക്ക് പവർ എടുത്താം. എല്ലാവർക്കും എഞ്ചിന്റെ സൗണ്ട് കേൾക്കാനാവും ഇഷ്ടം. ലൈലന്റെ BS4ന്റെ ഫ്രണ്ട്സ്. അതെ, ഈ BS4 വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയപ്പോ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഈ ഇലക്ട്രിക് കണക്ഷൻസ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തി ECUവിന് മനസ്സിലാവണം വണ്ടി സ്റ്റാർട്ടിങ് പൊസിഷനിലാണ്. ആ ഒരു ടൈം ഒരു 4-5 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പണ്ട് വണ്ടി ഓടിക്കണവർക്കൊക്കെ തൊട്ടപ്പന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് ഇപ്പോഴത്തെ വണ്ടികളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഇതിലത്തെ എല്ലാ ലൈറ്റ്സും കത്തി നമുക്ക് ABSന്റെ വർക്ക് ചെയ്യണ സൗണ്ട് കേൾക്കാൻ പറ്റും. അത് ഇപ്പൊ ഇതിൽ കേൾക്കാൻ പറ്റില്ല, വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. ബാക്കിൽ നിന്ന് കുറച്ച് സൗണ്ടുകൾ വരും, വാലുകൾ ഓപ്പൺ ആവുന്നത്. ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമ്മള് വണ്ടി ഇതിങ്ങനെ ലൈലന്റ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത. ഈ BS4 വണ്ടികളുണ്ടല്ലോ, സ്റ്റാർട്ടായപ്പോ തന്നെ കുറച്ച് RPM കൂടിയിട്ട് പിന്നെ കുറേ ചെയ്യാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുണ്ടല്ലോ അശോക് ലേലന്റെ Euro 3യുടെ, അതായത് BS3യുടെ സൗണ്ടാണ്. ഇതില് ചെറിയ നോക്കിങ് സൗണ്ട് വരും BS4ല്, പക്ഷെ ഹൈ RPMല് ആ സൗണ്ട് പോകും. സൗണ്ടാ ഇപ്പൊ മാക്സിമം RPM 25 തൊട്ട് 30 ഇടയിൽ 27 RPM മാക്സിമം വരുന്നത്. അതേനി നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, ലോഡ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ കേട്ടത് നിർത്തി നിങ്ങൾക്ക് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ വരുന്നത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 6+1 7 സ്പീഡ്, അതായത് റിവേഴ്സ് അടക്കം 7 സ്പീഡ് വരുന്ന ഗിയർ ബോക്സ് ആണ്. സെറ്റപ്പിന് 850 ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ക്ലച്ച് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 15 ഇഞ്ച് ക്ലച്ച് ഡിസ്ക് വരുന്നത്. 380mm ഉള്ള ക്ലച്ച് ഡിസ്ക് വരുന്നത്, വയറോൺ ടൈപ്പാണ് വരുന്നത്. ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പിന് തന്നെ സ്റ്റിയറിംഗ് ബോക്സ് ആണ് വരുന്നത്. നല്ല സുഖമായിട്ട്, ഇത്രയും ടണ്ണേജുള്ള വണ്ടി നല്ല സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റിയ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അത്രയും പക്ക സ്മൂത്താണ്, നമുക്കൊരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റിയറിംഗ് തിരികെ പണ്ടത്തെ വണ്ടിയുള്ള പോലെ ഒന്നും അത്രയും പക്ക സ്മൂത്താണ്, നമുക്ക് വിരലുകൊണ്ട് വരെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അത്രയും സ്മൂത്തായിട്ട് സ്റ്റിയറിംഗ് ആണ് ലൈൽ തന്നെ വരുന്നത്. ലൈലന്റെ കൊമൻസിന് ഇതിനൊന്നും കിട്ടില്ല, സൗണ്ട് ആയിട്ടില്ലേ മൂന്നാണ് അതിന് അലിക്കണ വേണ്ടി പവർ പോ. ഹീറോക്കില്ല ഭയങ്കര സുഖമാണ് ഷിഫ്റ്റ് ചെയ്യാൻ, ഭയങ്കര സുഖമായില്ലേ. കാറ് പോലും ഇത്ര സുഖം ഉണ്ടാവില്ല ഗീറോടാ, അത്ര സുഖമാണ് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി.
അത്രയും ലോഡ് വെച്ച് പോകാൻ നമുക്ക് ഒരിക്കലും തോന്നില്ല വണ്ടിയമ്മ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീറിങ് അതിനും എല്ലാം നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റീറിങ് ആവശ്യമില്ല. ഒരു കയറ്റം വരുന്നുണ്ടാ, ഞാൻ കയറ്റത്തിൽ നിങ്ങൾക്ക് വണ്ടിയുടെ പെർഫോമൻസ് കാണിച്ചാടാ. നമ്മള് ഇത്രയും ടണ്ണ് വണ്ടി ഫുൾ ടണ്ണിലാട്ടോ നിൽക്കണം, ഫുൾ ടണ്ണേജിലാണ് വണ്ടി നിൽക്കണം. നിങ്ങൾ നേരത്തെ കണ്ടുണ്ടാവും ഫുൾ ലോഡും പുറത്താണ്. ഈ കയറ്റത്തിൽ നിന്ന് ഇങ്ങനെ നിർത്തിയിട്ട് കണ്ടില്ലേ, അത്രയും ഒരു മെഷീന് വണ്ടിക്ക് ലോഡായാലും സിമ്പിളായിട്ട് ആണല്ലേ മൂവ്മെന്റ് ആണല്ലേ, നല്ലൊരു കയറ്റാണത്. സിമ്പിളായിട്ട് മൂവ്മെന്റ്. പിന്നെ ഉണ്ടല്ലോ ആ ടർബോണ് വിസിലടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഹൂന്ന് പറഞ്ഞ വണ്ടി പോവാ, അത്രയും പെട്ടയാ ആണല്ലേ. സൈഡിൽ സിമ്പിളായിട്ട് പോണ വണ്ടി, അത്രയും എന്താ പറയാ, അത്രയും രസമാണ് വണ്ടി. ക്ലച്ച് ഹൈഡ്രോളിക്കലി അസിസ്റ്റ് ചെയ്തിട്ട് എയറിൽ വർക്ക് ചെയ്യണ ക്ലച്ചാണ് അതിൻ്റെ കേട്ടോ. അതായത് കാറിൻ്റെ ക്ലച്ച് ചവിട്ടാൻ ഭയങ്കര സുഖ ചവിട്ടാൻ ക്ലച്ച്. ഒരു കയറ്റം വരാൻ പോകുന്നുണ്ടാ വീണ്ടും. വണ്ടി വിസിലടിച്ചിട്ടേ ഒരു വലിയ വണ്ടി ആണോ, ലോഡ് മുറത്തുള്ള വണ്ടിയാണോ വിസിലടിച്ച് വലിക്കണുണ്ടല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈലൻ്റെ വിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾ ലോഡും പുറത്തുള്ള റിവ്യൂ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള വണ്ടികളാണ് ഇപ്പോൾ BS4 ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ എന്ത് വണ്ടികളുടെ റിവ്യൂ ആണ് അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഈ കോൾഡ് സ്റ്റാർട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ ചാനൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുണ്ട് ചാനലിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ്, മെക്കാനിക് വീഡിയോസ്, എങ്ങനത്തെ വീഡിയോസ് വേണം, അല്ലെങ്കിൽ ഏത് വണ്ടിയുടെ റിവ്യൂ വേണം, വണ്ടി സംബന്ധമായ എന്ത് വീഡിയോസും ഞാൻ ചെയ്യും. പുതിയ വണ്ടികളുടെ റിവ്യൂ എന്ത് വേണമെങ്കിലും ചെയ്യും. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഈ റിവ്യൂ വീഡിയോ ഇഷ്ടമായില്ല നോക്കിയാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, പിന്നെ കമൻറ്റ് അടിക്കുക, ലൈക്ക് അടിക്കുക, ഇവ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി അടുത്ത നമുക്കിനി ലൈലൻ്റെ ചെയ്ത സ്ഥിതിക്ക് ഇനി ടാറ്റ ചെയ്യാം. വർക്ക്ഷോപ്പിൽ പറഞ്ഞാൽ വരട്ടെ, നമുക്ക് സെറ്റാക്കാം, പവർ വരുത്താം. അപ്പോൾ വേറെ ഒന്നുമില്ല, ബൈ.